വിദ്യാർത്ഥികൾക്കുള്ള NMMS സ്കോളർഷിപ്പ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചതിൽ വിവേചനമുണ്ടെന്ന ആരോപണം. മലപ്പുറം ജില്ലയിൽ 140ഉം കോഴിക്കോട്ട് 138ഉം കട്ട് ഓഫ് മാർക്ക് വച്ചതിൽ ഏറ്റവും കുറവ് പത്തനംതിട്ടയ്ക്കാണ് 115 മാർക്ക്. വ്യത്യസ്ത കട്ട് ഓഫ് മാർക്കാണ് വിമർശനത്തിന് ഇടയാക്കിയിട്ടുള്ളത്. 2008 കേന്ദ്ര മാനവശേഷി മന്ത്രാലയത്തിന്റെ കീഴിൽ ആരംഭിച്ച നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിൽ രാജ്യത്താകെ 1 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് 12,000 രൂപ വീതം പ്രതിവർഷം നൽകുന്നത്. അതിൽ കേരളത്തിന്റെ കോട്ട 3473 ആണ്. അതിൽ 2/3 7-8 ക്ലാസുകളിൽ പ്രവേശിച്ചവരുടെ എണ്ണത്തിന്റെ അനുപാതത്തിലും 1 ഭാഗം സ്കോളർഷിപ്പിന് കീഴിലുള്ള ആപേക്ഷിക പ്രായത്തിലുള്ള കുട്ടികളുടെ എണ്ണത്തിന്റെ അനുപാതത്തിലുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 15% പട്ടികജാതി വിഭാഗങ്ങൾക്കും 7.5% പട്ടികവർഗ വിഭാഗങ്ങൾക്കും 4% ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുമാണ്. പരീക്ഷയിൽ വ്യത്യസ്ത കട്ട് ഓഫ് മാർക്കാണ് ഓരോ ജില്ലയിലും നിശ്ചയിച്ചിരിക്കുന്നത്. 2024-25 വർഷത്തിൽ മലപ്പുറത്ത് 140 ആണെങ്കിൽ കോഴിക്കോട് അത് 138 ആണ്. വയനാട് 118 ആണെങ്കിൽ പത്തനംതിട്ടയിൽ അത് 115 ആണ്. ഈ വ്യത്യസ്ത കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചതാണ് വിമർശനത്തിനിടയാക്കിയത്. ടോട്ടൽ 48,000 രൂപയാണ് ഓരോ വിദ്യാർത്ഥികൾക്കും കിട്ടുന്നത്. ഓരോ വർഷം 12,000 രൂപ വെച്ചിട്ട് അതൊക്കെ നഷ്ടപ്പെടുന്നത്. അവർ പഠിച്ച് അത്രയും ഗൗരവമേറിയ അവരെ പ്രയാസങ്ങളൊക്കെ പഠിച്ച് അവർ നേടിയിട്ട് അവർക്ക് ഇത് സ്കോളർഷിപ്പ് നേടുന്നില്ല. അപ്പോൾ ഇത് ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ്. ഇതിന് അടിയന്തരമായി എന്താണ് നടപടി സർക്കാർ സ്വീകരിക്കാൻ പറ്റുക. എല്ലാ വിദ്യാർത്ഥികളും മലപ്പുറം ജില്ലയിലും മറ്റു ജില്ലയിൽ നമ്മൾ ഒരിക്കലും അവഗണിക്കുന്നില്ല. എല്ലാ ജില്ലകൾക്കും കൃത്യമായ രീതിയിൽ പരിഗണന കൊടുക്കണം. അതുപോലെ തന്നെ സർക്കാർ ചെയ്യുന്ന നടപടി മാറ്റണം. സംസ്ഥാന തലത്തിൽ ഉയർന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള ഏതാനും ജില്ലകളിൽ മാത്രമായി ഈ സ്കോളർഷിപ്പ് ഒതുങ്ങും. താരതമ്യേന പഠന സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇടുക്കി, ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട ജില്ലകളിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാതെ വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന വിശദീകരണം. സമീർ ബിൻ കരീം, 24 മലപ്പുറം.